Hey there guys, welcome back to Trade Logics. ഞാനിത് ഇന്ന് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ട്രേഡിംഗ് ഒക്കെ നമുക്ക് വളരെ ടഫായിട്ടുള്ള ട്രേഡിംഗ് ആണ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സൈഡ് വേസ് ആകുമ്പോഴേക്കും എല്ലാ ഇൻഡിക്കേറ്ററും ഫെയിൽ ചെയ്യും. എല്ലാ ഇൻഡിക്കേറ്ററും ഫെയിൽ ആകും. കാരണം മാർക്കറ്റിന് മൊമെൻറ്റം ഇല്ല. മൊമെൻറ്റം വരുമ്പോൾ മൊമെൻറ്റം ഉള്ള സമയത്ത് കണ്ടോ എല്ലാ ഇൻഡിക്കേറ്ററും, അതായത് ഞാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് ഇ എം എ മാത്രമാണ്. EMA 20 മാത്രമാണ് എൻ്റെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രം, അത് ലോവർ ടൈം ഫ്രെയിമിൽ മാക്സിമം ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഇൻഡിക്കേറ്ററാണത്. ഏത് ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്, അതായത് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഡൗൺ സൈഡ് നിന്ന് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലോട്ടും അപ്പ് സൈഡ് പോയി കഴിഞ്ഞാൽ അപ്പ് സൈഡിലോട്ടും എന്ന് നമുക്കൊന്നൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നമുക്ക് ഈ EMA ഇല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിയേ, എവിടെയെങ്കിലും മാർക്കറ്റ് ആ ഒരു EMAയിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ട്രേഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, പിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ അപ്പ് സൈഡ് പോകുമെന്ന് വിചാരിച്ചെടുക്കുമ്പോഴേക്കും നേരെ സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴോട്ട് പോരും. അതുപോലെ തന്നെ അപ്പ് സൈഡ് പോകുമ്പോഴേക്കും ഡൗൺ സൈഡ് പോകുമ്പോഴേക്കും അവിടെ നിന്ന് നേരെ അപ്പ് സൈഡ് പോയി സ്റ്റോപ്പ് ലോസ് എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാർക്കറ്റിൽ മാക്സിമം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ സ്കാൽപ്പ്. റണ്ണിങ് മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഇമോഷൻസ് കൂടെ വർക്കാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രി വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അതല്ല റീറ്റെയിലേഴ്സിനോ മനസ്സിലാക്കാത്ത തരത്തിലുള്ള എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടി. അതായത് നമ്മുടെ എൻട്രി മനസ്സിലാക്കിയാലേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവർക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ 100 or 200 പോയിൻ്റ് അവേ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണം അവരെ തന്നെ. അതായത് എൻട്രി നമ്മുടെ ഇഷ്ടത്തിന് അതായത് ഈവൻ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ തന്നിട്ട് അതിൻ്റെ ചുവടിൽ എൻട്രിയും അപ്പ് സൈഡിൽ സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചാർട്ട് കാണുന്ന ഏതൊരു ബിഗിനർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ട്രേഡർ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് എടുത്തിരിക്കുന്നത്, എവിടെയാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അത് ഹണ്ട് ചെയ്യാനായിട്ട് മാർക്കറ്റിനൊരു ടെൻഡൻസി ഉണ്ടാകും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ലിക്വിഡേഷൻ വഴിയാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആവുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ മാക്സിമം ട്രെൻഡിങ് ഡേയിൽ ട്രേഡ് ചെയ്യാനായിട്ട്, അതായത് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത ദിവസം സൈഡ് വേസ് മാർക്കറ്റിൽ സെല്ല് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ട്രാറ്റജി പ്ലേ ചെയ്യാൻ പറ്റും. ഡേ ഹൈ, അതായത് 50,100ൻ്റെ ഒരു കോൾ ഓപ്ഷനിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പുട്ട് ഓപ്ഷനിൽ ഷോർട്ട് ചെയ്യാൻ പറ്റും. താഴോട്ടെ ഒരു 24,900 അങ്ങോട്ടെങ്ങാണ്ടും നമുക്കത് ഷോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ മെൽറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏത് ഡയറക്ഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലുള്ള ആ പൊസിഷൻ ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ബാക്കി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പം നമുക്ക് മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കുക. അതായത് ബൈ മാത്രം നോക്കാതെ സെല്ല് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.